ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റിയൽ ബോയ്സ് വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊറോട്ടയും ചിക്കൻ റോസും കടലിൽ ചുട്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് ഇട്ടു കൊടുക്കാം. ചെറുതായിട്ട് രണ്ടാട്ടം ഇഞ്ചി ചവക്ക്, വെളുത്തുള്ളി ചവക്ക്, കുറച്ച് ചെറിയുള്ളി, സവാള, സവാള വഴണ്ട് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് നമുക്ക് വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി, ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നോക്കുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കാം. ഇനി ഒരു ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം, വറുത്ത് പിടിച്ച മസാല. ഇനി ഒരു ഇച്ചിരി കുരുമുളക് പൊടി, പൊടിപ്പിച്ച കുരുമുളക് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ടൊന്ന് നോക്കുന്നവരൊന്ന് ഇളക്കാം, നല്ലോണം നോക്കിയിട്ട്. ഇനി നമുക്ക് തൈരും മസാലയും കൂടെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഉപ്പൊന്ന് ഇട്ട് ഇളക്കി വെച്ച് കൊടുക്കാം. ഇളക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ലോണം അടച്ച് ഇനി നമുക്ക് ചിക്കൻ വെന്ത് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇതിൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് കേട്ടോ. ചിക്കൻ ചുടാൻ വേണ്ടി ഇലയുടെ മേലിൽ കൂടെ പൊതിയാനുള്ള മണ്ണ് നമ്മൾ കുഴച്ചെടുക്കുകയാണ്. ഞോടുണ്ട്. കുഴക്ക് നല്ല രീതിയിൽ കുഴക്കും. നല്ല ഇറക്കാൻ എൻ്റെ പശയെല്ലാം എടുക്കുക. ഓവർ വെള്ളം ആക്കട്ടെ കേട്ടോ. പായത്തിൻ്റെ ഇടയ്ക്ക് ഒരു മീൻ പിടുത്തം ആയിക്കോട്ടെ. ആ, കൊത്തിയിട്ടുണ്ട്. ഇടുക്കി മാറ്റി പറ, എന്തിനൊക്കെ പറഞ്ഞു. ആ, കിട്ടി. ആ, വരിപിടി. ആ, നമുക്ക് പൊറോട്ട നിർത്താം. ഇനി നമുക്ക് റോസ്റ്റ് ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനകത്ത് തട്ടിക്കോ. പൊറോട്ട ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. പൊറോട്ട പൊതിയ 4 സൈഡിൽ നല്ലോണം പൊതിഞ്ഞ് സെറ്റാക്കാം. ഓക്കെ, ഇനി വാഴ ഇല കൂട്ടാൻ മണ്ടക്കോട്ട് ഒരു മണ്ട 2 എണ്ണം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വാഴയില പൊതിയാം.
നമുക്കൊന്ന് കെട്ടാം. എല്ലാം പഠിച്ചത് കറക്റ്റ് റെഡിയാക്കി. ഇനി നമുക്ക് ഇത് അലുമിനിയം കോയിൽ പൊതിഞ്ഞെടുക്കാം. പൊതിഞ്ഞ് അങ്ങോട്ട് ഇതിന് ആവശ്യമായ ചെളി അങ്ങോട്ട് പുരട്ടാം. ചെളി വെച്ചങ്ങോട്ട് എടുക്കുക. മതിയല്ലോ. പൊതി നല്ലോണം പൊതി. നല്ല അടിപൊളിയായിട്ട് ചെളി അങ്ങോട്ട്. മഴ ഭയങ്കരമായിട്ട് മഴ വരുന്നുണ്ടോ? തിരിച്ചിടാം. അടിയിലൂടെ കൊടു. ആ കൊള്ളാം, സൂപ്പർ. അത് പൊളിച്ചേട്ടാ. അത് നമുക്ക് ചെറുതായിട്ട് ഉണങ്ങുന്ന വരെ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. നമുക്കിത് ചൂള വെക്കാം. ചൂളയിലേക്ക് എടുത്ത് വെക്കാം. നമ്മുടെ തീയൊക്കെ നല്ല സെറ്റായിട്ട് കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ചള്ള ഒന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അപ്പുറത്തെ സൈഡിൽ തീയായില്ല. അപ്പോൾ നമ്മുടെ മണ്ണൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കണലൊക്കെ ഒന്ന് പിരിച്ച് റെഡിയാക്കി എടുക്കാം. എല്ലാം സെറ്റാക്കി കണ്ടോ, എന്തോ നല്ല അടിപൊളിയായിട്ടുണ്ട്. തട്ടണ്ട റെഡിയാവും. നല്ലോണം സെറ്റായിട്ടുണ്ട്. റെഡിയാവും. നമുക്ക് കുറച്ച് മണ്ണൊന്ന് നീക്കി കളയാം. അലുമിനിയം കോയിൽ അഴിക്കാം. അഴിക്കട കുട്ട അഴിക്കേ. ചൂടില്ലാതെ കൈ കൊള്ളുന്നു. നല്ല ചൂട്. ഇത് എന്നാ സാധനം? കടല. ഇപ്പോൾ നമുക്ക് വാഴയിലേക്ക് മാറ്റാം. ഉള്ളി അഴിച്ച് മാറ്റൂ. എന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ ഗ്രേവി എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഫേവറായിട്ടുണ്ട്. എല്ലാം നല്ല പൊറോട്ടക്കത്തൊക്കെ നല്ല പിടിച്ച് എൻ്റെ മണം നല്ലോണം കയറി വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയായി. പൊളിച്ച് കൊള്ളാലോ. കിടക്കാച്ചി ആദ്യ പരീക്ഷണത്തിൽ ആദ്യം നമ്മുടെ ക്യാമറമാൻ ഒന്ന് കൊടുക്കണം. ക്യാമറമാൻ തന്നെ കൊള്ളാവോ? എൻ്റെ ക്യാമറമാൻ കൊള്ളാം. ലിറ്റർ പൊട്ടിച്ച് ബാച്ചി കഴിച്ചു നോക്കി. അഭിപ്രായങ്ങളൊക്കെ പറയണം. അങ്ങനുണ്ട് ഞാൻ കഴിച്ചിട്ടേ പറയുന്നു. അങ്ങനുണ്ടാ സൂപ്പർ കൊള്ളാം. ഓക്കെ ഇല്ലയോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനുണ്ട്. അടിപൊളി പൊളിച്ചേട്ടാ സംഭവം. എന്നാ ചൂടാടാ. എങ്ങനെയാണെങ്കിലും അല്ല മഴയായിട്ടു ഇതെടുത്ത് നമ്മൾ പൊറോട്ട അടിപൊളി സാധനമായി ഇതാണ്ട് ഇറച്ചിയൊക്കെ നല്ല ചൂട്. നല്ല മഴയുണ്ട്. നല്ല മസാലയൊക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അത് പിടിച്ചു കാണത്തില്ലെന്നാണ് എനിക്ക് പറയാറില്ല. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സൂപ്പർ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക.
ഓക്കെ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത